അലൈക്കും റമദാൻ മുബാറക്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബിന്നാത്തി ധർമ്മയ്ക്ക്, അതായത് അലൈൻ ഖത്താറ ആർട്ട് സെൻറ്റർ, ആ ഒരു കോട്ടയുടെയും ആ ഒരു സൂക്കിനെയും കുറിച്ചുള്ള ഒരു വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മൾ കണ്ട ആ കോട്ടയുടെയും അല്ലെങ്കിൽ ആ അൽ ഖത്താറ ആർട്ട് സെൻറ്ററിൻ്റെ ഭാഗങ്ങൾ കൂടിയാണ് ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവടങ്ങൾ, പഴയകാല അറബികളുടെ തനതായ രീതിയിലുള്ള കച്ചവടങ്ങളുടെ ഒക്കെ ഒരേ ഭാഗങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു വൈകുന്നേരങ്ങളിൽ ആണ് ഇതൊക്കെ ഓപ്പൺ ആവുക. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നുകൊണ്ട് പോകുമ്പോൾ ഈത്തപ്പഴത്തിൻ്റെ മരം കൊണ്ടും ഇല കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ മേൽഭാഗം. അന്ന് ഉപയോഗിച്ചിരുന്ന ആ ലൈറ്റുകളാണ്, ഇലക്ട്രിക് ലൈറ്റുകളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ആ ബൾബുകളാണ് കണ്ട. ഇതിപ്പോൾ അറബികളുടെ തനതായ രീതിയിൽ അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അറബി ഇരുന്ന് കൊണ്ട് ഭക്ഷണം പാകം ചെയ്യണം. ഇത് പഴയ കാലത്തെ ആ കച്ചവടങ്ങൾ, പല വ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ പലചരക്ക് കട എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അടുത്ത റൂമിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ഇതുപോലെ ഓരോ റൂമുകളിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു എഴുതിയിട്ടുണ്ട് സ്പൈസി, അതുപോലെ തന്നെ പലതരത്തിലുള്ള പല വ്യഞ്ജനങ്ങൾ, അങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ ഇതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മുത്തവ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. അപ്പോൾ അങ്ങനെ അതാ മുത്തവ. അതേപോലെ ഇതുപോലത്തെ നൂറുകണക്കിന് റൂമുകളുണ്ട്. അതെല്ലാം നമുക്ക് കാണിച്ചു വരുമ്പോൾ ഒരുപാട് സമയം നമുക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ വളരെ ചുരുക്കിയാണ് കാണിക്കുന്നത്. അൽ ഖത്താറ ആർട്ട് സെൻറ്റർ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം നമ്മൾ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പതുക്കെ ഇങ്ങനെ, നമ്മൾ അതിന് മുമ്പ് പറഞ്ഞിരുന്നു അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചരിത്രങ്ങളും പുരാവസ്തുവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവിടേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കൊല്ലം പഴക്കമുള്ള, വളരെയധികം പഴക്കമുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ, നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക്, ആ റൂമിലേക്ക് കടന്നു. അവിടെ നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ അതൊക്കെ നമുക്ക് അവിടുത്തെ ഗൈഡ് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ നമ്മളെ കൊണ്ടുപോയ ആൾ ഇവിടുന്ന് പറഞ്ഞു തരികയാണ് നമുക്ക്. ഇത് പഴയ കാലത്ത് ഇവിടെ ഖനനം ചെയ്തിട്ടുള്ള, ഇവിടെ ഭൂമി കുഴിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഒരുപാട് പുരാവസ്തു സാധനങ്ങളാണ് ഇതിലൂടെയൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ മനോഹരമായിട്ടൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇത് ഗ്രാമഫോൺ, പഴയ കാലത്തെ ഗ്രാമഫോണാണിത്. ഇത് ഒന്ന് ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ അവർ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു പഴയൊരു പാത്രം, അതിപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ കാണുന്നതായിരിക്കും. ഈ സൈഡിൽ അങ്ങോട്ട് കാണുമ്പോൾ ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പഴയ കാലത്ത് ഒരു അറബികൾ ഉപയോഗിച്ചിരുന്ന അവരുടെ ഉപകരണങ്ങളൊക്കെയാണ് ആ ഒരു ഇത് ഇവിടുത്തെ ദേശീയ പക്ഷിയുടെ ചിത്രമാണെന്നാണ് മനസ്സിലാവുന്നത്. അതിങ്ങനെ കുട്ടികൾ, ഒരു ആർട്ട് സെൻറ്ററും കൂടിയാണല്ലോ. ഇത് പഴയകാലം ഇവർ ഉപയോഗിച്ചിരുന്ന കൊട്ട അല്ലെങ്കിൽ പാത്രം എന്നൊക്കെ പറയും. പല സ്ഥലത്ത് പല രീതിയിലാണ് പറയുക. അപ്പോൾ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ആ കൊട്ട അവർ കൈ കൊണ്ട് നെയ്തുണ്ടാക്കുന്ന ഒരു കൊട്ടയാണ്. അതിൻ്റെ പിക്ചറാണ് ഇത്. ഇവിടുത്തെ കുട്ടികൾ, ഈ അൽ ഖത്താറ ആർട്ട് സെൻറ്ററിൽ കുട്ടികൾക്ക് ഒരുപാട് കലാപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും മറ്റുമൊക്കെ ഇവിടെ കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. ഇവർ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ആ ഒരു ക്ലാസ് റൂമുകളാണിതൊക്കെ. അവർ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണിതൊക്കെ. ഒരുപാട് കലാപരമായ കാര്യങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു നാടാണ് UAE. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികളെ ഇത്രയും പഠിപ്പിക്കുന്ന ഇതാണ്. ഇവിടുത്തെ ഭരണാധികാരികളുടെ ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾ പലതരത്തിലുള്ള ചിത്രങ്ങളും നല്ല ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. സമയത്തിൻ്റെ പ്രശ്നം കാരണം ഒരുപാട് നീണ്ടു പോകുന്ന അവിടെ വീഡിയോ, അതുകൊണ്ടാണ് നമ്മളൊക്കെ ചുരുക്കി കാണിക്കുന്നത്. ഇപ്പോൾ ഇത് ബേസ്മെൻ്റ് ആണ് ഇത്. കാരണം ഇവിടുത്തെ പുരാവസ്തു സംഗതികളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഭാഗത്തേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കൊല്ലം പഴക്കം, 3000 കൊല്ലം പഴക്കമുള്ളത്, 2000 കൊല്ലം പഴക്കമുള്ളത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട്. അപ്പം അതൊക്കെ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് കോയിൻ എത്രയോ കൊല്ലം പഴക്കമുള്ളതാണ്. 18th 20th century CE എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരുപാട് പഴക്കമുള്ള ഇസ്ലാമിക് കോയിൻസാണ്. കോയിൻ്റെ ഇതാണ് അവർ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ചെറിയൊരു ലെൻസ് വെച്ചിട്ടുണ്ട്. ആ ലെൻസിൽ കൂടെ നോക്കുമ്പോൾ നമുക്കത് വളരെയധികം സൂം ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. അത് നമുക്ക് ക്യാമറയിൽ കൂടെ കാണുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവ് ഉണ്ടായിരിക്കാം, കാരണം സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇത്. അപ്പം നമുക്ക് അവിടെ നേരിൽ കാണുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇത് കാണാൻ സാധിക്കും. എത്രത്തോളം പഴക്കം, എത്ര വളരെ ഭംഗിയുള്ള, എത്രയോ കൃത്യമായ രീതിയിലും അത്രേ നല്ല രീതിയിലാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. ഇതുപോലുള്ള ആളുകൾക്ക് കാണാനും വരും തലമുറക്ക് പഠിക്കാനും ഒക്കെ അവർ ചെയ്തു വെച്ചിട്ടുള്ളത് ഗവൺമെൻറ്റിനെ നമുക്ക് പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും വളരെ നല്ല രീതിയിലാണ് ഇതൊക്കെ അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. കാരണം ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ എല്ലാവരും പഠിപ്പിക്കും. അതായത് ഇവിടുത്തെ ഒരു ബൗളാണ്, ഒരു പാത്രം. ആ പാത്രത്തിൻ്റെ പഴക്കം ഒരുപാട് പഴക്കമുള്ളതാണിത്. അതൊക്കെ ഇത് ഈ ഖനനം ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണെന്നാണ് അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും അറബിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ ഈ ലെൻസിൽ കൂടെ കാണുമ്പോൾ
നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതിൻ്റെ എത്രത്തോളം പഴക്കമുള്ള സാധനത്തിനെയാണ് അവർ എത്രയോ ഇതിൽ കൂടെ ശ്രദ്ധിച്ചിട്ട് അവർ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ഒരുപാട്, അതായത് ചരിത്രം അതുപോലെ തന്നെ ഈ പുരാവസ്തു സംബന്ധമായിട്ടുള്ള താല്പര്യമുള്ളവർക്കൊക്കെ ഒരുപാട് പഠിക്കാനും പിന്നെ ആസ്വദിക്കാനും പറ്റുന്ന രൂപത്തിലാണ് ഇവരിവിടെ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു സിംഹത്തിൻ്റെ ഒരു രൂപമാണത്. ചിലപ്പോൾ അത്രയും പഴക്കമുള്ള ആ കാലഘട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇതായിരിക്കാം, സിംഹത്തിൻ്റെ മുഖമാണ് അത്, അല്ലെങ്കിൽ ഒരു തലയോട്ടി അവിടെ ഇതിൽ കാണിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ളൊരു സിംഹത്തിൻ്റെ ഇതാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഖനനം ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് അവിടെ ഭൂമി കുഴിച്ചിട്ട് വലിയ വലിയ കുഴികളാണ്, കിണർ പോലെയൊക്കെ കാണാം. അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല. അവിടെ വളരെ ശക്തമായ രീതിയിൽ അതൊക്കെ ബ്ലോക്ക് ചെയ്തെടുക്കണം. അങ്ങോട്ടേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ദൂരെ നിന്നിട്ട് വീക്ഷിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ ഖനനം നടന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മൾ ദൂരെ നിന്നിട്ട് മേൽഭാഗത്ത് നിന്നിട്ട് നമുക്കിത് കാണാനേ സാധിക്കുള്ളൂ. അവിടെ നിന്ന് കുഴിച്ചെടുത്തിട്ടുള്ള സാധനങ്ങളാണ് ഇവരിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈ 3000 കൊല്ലം പഴക്കമുള്ളതും 2000 കൊല്ലം പഴക്കമുള്ളതും ഒക്കെ ആയിട്ടുള്ള പുരാവസ്തുവായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാനും ഇതൊക്കെ നമുക്ക് എത്രത്തോളം കണ്ടാലും വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ കൊതി തോന്നുന്ന രൂപത്തിലാണ് അതവരവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞത്, വീണ്ടും വീണ്ടും നമുക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും നല്ല രീതിയിലാണ് അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരു ആർക്ക് വന്നിട്ടും ഇത് കാണാനും പഠിക്കാനും അതിനെ കുറിച്ച് ചർച്ചകൾ ചെയ്യാനും ഒക്കെ സാധിക്കും. ഇത് ആർക്കിയോളജിക്കൽ ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അടിയിലാണിത്. പിന്നെ അന്നത്തെ ആ ഓരോ സാധനത്തിൻ്റെയും വീണ്ടും വീണ്ടും അത് നമ്മൾ കയറി വരുമ്പോഴായാലും താഴത്തേക്ക് പോകുമ്പോഴായാലും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ അതൊരു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് വലിയൊരു പാത്രമാണ്. ആ വലിയൊരു പാത്രത്തിൻ്റെ ഇതുണ്ട് അവർ കാണിക്കുന്നുണ്ട്. ഏജ് 1100 പിന്നെ 600 BCE. എത്രത്തോളം പഴക്കമുണ്ടെന്നുള്ളത് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. അത്രയും പഴയതായിട്ടുള്ളൊരു സംഗതിയാണ്. ഇതൊക്കെ അതിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. 1700 600 BCE ഒരു പാത്രങ്ങൾ, അതുപോലെ തന്നെ പ്ലേറ്റുകൾ, പിന്നെ കൂജ, മൺകുടം, വലിയ വലിയ നമുക്ക് തന്നെ എന്താണെന്ന് അതിശയത്തോടുകൂടിയല്ലാതെ നമുക്കിതൊന്നും കാണാൻ കണ്ടില്ലേ. വേറൊരു പാത്രം, വലിയൊരു പാത്രം. ഇതൊക്കെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇതൊക്കെ ഇതിങ്ങനെ നമുക്കിങ്ങനെ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ചരിത്രം എത്ര അതിന് പഴക്കമുണ്ട് എന്നുള്ളതൊക്കെ അതുവരെയാണ്. ഒരു മേൽഭാഗം പൊട്ടിയിട്ടുള്ളൊരു വലിയൊരു പാത്രം. നമ്മുടെ നാട്ടിലെ വലിയ കലമ അല്ലെങ്കിൽ കൂജ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഖത്താർ ആർക്കിയോളജിക്കൽ ബേസ്മെൻറ്റ് ഇവിടെ ഇതിൻ്റെ അടിയിലേക്ക് ആയിട്ടാണ് ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ പതുക്കെ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗങ്ങളും നമ്മളിങ്ങനെ കണ്ട് നമ്മുടെ കണ്ണും മനസ്സും നിറയും. നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. ഇത്രമാത്രം കാര്യങ്ങളാണ് ഇവരോട് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ദൂരെ നിന്നുകൊണ്ട് ഇതാ ഖനനം ചെയ്ത ഭാഗത്തിൻ്റെ വലിയൊരു ഫോട്ടോ അവരവിടെ ഭിത്തിയിൽ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വലിയൊരു ഫോട്ടോയാണ്. ഇനി നമ്മൾ അവിടുന്ന് വീണ്ടും മേലേക്ക് കയറി വരുന്ന സ്ഥലത്തൊക്കെ ഇതുപോലത്തെ ആ പഴയ ഇവിടെ എല്ലാ സാധനങ്ങളും വീണ്ടും കാണുന്ന രൂപത്തിൽ, കൃത്യമായിട്ട് രൂപത്തിൽ അവിടെ നമുക്കത് അതിൻ്റെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഏതാണ് ഇതിൻ്റെയൊക്കെ എത്രത്തോളം ചരിത്രങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ. അപ്പോൾ വീണ്ടും അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങി വലത് ഭാഗത്ത് കാണുന്ന പഴയ കാലത്തെ ധർമ്മക്കിയുടെ ഹൗസ് അല്ലെങ്കിൽ കോട്ട എന്നൊക്കെ പറയില്ലേ, ബിൻ ആത്തി ധർമ്മക്കിയുടെ ആ കോട്ടയുടെ ഒരു സൈഡിലാണ് ഇപ്പോൾ നമ്മൾ ആർട്ട് സെൻറ്ററിൽ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കാണുന്നതാണിത്. ഇതെനിക്ക് തോന്നുന്നത് ഇത് പഴയ കാലത്ത് അവരുടെ വല്ല അസംബ്ലിയോ അല്ലെങ്കിൽ വല്ല മീറ്റിങ്ങോ ഒക്കെ കൂടുമ്പോൾ പുറത്തുനിന്നുള്ള വല്ല അതിനു വേണ്ടിയുള്ളൊരു സംവിധാനമാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ പിന്നിൽ കാണുന്ന പഴയൊരു വലിയൊരു കെട്ടിടം ഒരു